ലാലിഗയിൽ തുടർച്ചയായ രണ്ടാം മത്സരത്തിലും ബാഴ്സലോണയ്ക്ക് വിജയം. സീസണിലെ ആദ്യ ഹോം മത്സരത്തിൽ അത്ലറ്റിക് ക്ലബിനെയാണ് ബാഴ്സലോണ പരാജയപ്പെടുത്തിയത്. 1-2 ഗോളുകൾക്കായിരുന്നു ബാഴ്സയുടെ വിജയം. ലാമിൻ യമാലും ലെവൻഡോസ്കിയുമാണ് ബാഴ്സലോണയ്ക്കായി ഗോളുകൾ നേടിയത്. ഇന്ന് മികച്ച കളിയാണ് ബാഴ്സലോണ പുറത്തെടുത്തത്. 24-ാം മിനിറ്റിൽ ബോക്സിന് പുറത്തുനിന്ന് മികച്ചൊരു ഷോട്ടിലൂടെ ലാമിൻ യമാൽ ബാഴ്സലോണയ്ക്ക് ആദ്യ ലീഡ് നൽകി. എന്നാൽ അത്ലറ്റിക് ക്ലബ് ആദ്യ പകുതിയിൽ തന്നെ തിരിച്ചടിച്ചു. 42-ാം മിനിറ്റിൽ ഒരു പെനാൽറ്റിയിലൂടെ ഒയ്ഹാൻ സാൻഗറ്റാണ് അത്ലറ്റിക്കിനായി ലക്ഷ്യം കണ്ടത്. 1-1 ആദ്യ പകുതി അവസാനിച്ചു. മത്സരത്തിൽ ലെവൻഡോസ്കിയുടെ ഗോൾ ശ്രമങ്ങൾ ബാറിലും പോസ്റ്റിലുമായി 2 തവണ തട്ടിത്തെറിച്ചു. ഒരു തവണ അത്ലറ്റിക് കീപ്പറുടെ മികച്ച സേവും ഗോൾ അകറ്റി. എന്നാൽ 75-ാം മിനിറ്റിൽ ലെവൻഡോസ്കി ബാഴ്സയുടെ വിജയ ഗോൾ കണ്ടെത്തി. ലാമിൻ യമാലാണ് കളിയിലെ താരം. മത്സരത്തിലെ കണക്കുകളിലേക്ക് വന്നാൽ 66% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് ബാഴ്സലോണയായിരുന്നു. 13 ഷോട്ടുകളാണ് ബാഴ്സലോണ തൊടുത്തത്. 5 ഷോട്ട് ഓൺ ടാർഗറ്റ്, 566 പാസുകൾ, 87% കൃത്യതയോടെ ബാഴ്സലോണ പൂർത്തിയാക്കി. 9 ഷോട്ടുകളാണ് അത്ലറ്റിക് ക്ലബ് തൊടുത്തത്. 2 ഷോട്ട് ഓൺ ടാർഗറ്റ്, 289 പാസുകൾ, 79% കൃത്യതയോടെ അത്ലറ്റിക് ക്ലബ് പൂർത്തിയാക്കി. രണ്ടാം വിജയത്തോടെ ബാഴ്സലോണയ്ക്ക് 6 പോയിന്റായി. ആദ്യ കളിയിൽ സമനില വഴങ്ങിയ അത്ലറ്റിക് ക്ലബിന് 1 പോയിന്റ് മാത്രമാണുള്ളത്. ഓഗസ്റ്റ് 28-ന് റയോ വയക്കാനയ്ക്കെതിരായാണ് ലീഗിൽ ബാഴ്സലോണയുടെ അടുത്ത മത്സരം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.